PSC വോയിസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബുക്സ് ആൻഡ് ഓതേഴ്സ് ആണ്. പ്രധാനപ്പെട്ട കുറച്ച് പുസ്തകങ്ങളും അത് എഴുതിയിരിക്കുന്ന ആരൊക്കെയാണെന്നാണ് നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ പുസ്തകം പെരുമഴയത്തെ കുഞ്ഞിതളുകൾ, എഴുതിയിരിക്കുന്നത് പ്രിയ AS ആണ്. പെരുമഴയത്തെ കുഞ്ഞിതളുകൾ. അപ്പോൾ കുഞ്ഞു കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രിയപ്പെട്ടതാണ് അല്ലേ? അപ്പോൾ അങ്ങനെ ഓർത്തിരിക്കാം. നമ്മൾ മുമ്പ് ഒരു കോഡ് പറഞ്ഞിരുന്നു, ദേശീയ ബാലാവകാശ കമ്മീഷൻ, ചൈൽഡ് റൈറ്റ്സ്. അപ്പോൾ പ്രിയമാണ് പ്രിയങ്ക കനുങ്കോ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നു. അതുപോലെ തന്നെ പെരുമഴയത്തെ കുഞ്ഞിതളുകൾ, കുഞ്ഞെന്ന് പറയുമ്പോൾ പ്രിയ ഓർക്കണം, പ്രിയ AS. അടുത്തത് ദ ക്ലൈമറ്റ് ബുക്ക്, എഴുതിയിരിക്കുന്നത് ഗ്രേറ്റ തുൻബർഗ് ആണ്. പരിസ്ഥിതി പ്രവർത്തകയായ ഗ്രേറ്റ തുൻബർഗിൻ്റെ പുസ്തകമാണ് ദ ക്ലൈമറ്റ് ബുക്ക്. അടുത്തത് ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം, ബെന്യാമിൻ അല്ലേ? ഏതൊരു മനുഷ്യൻ്റെയും കഷ്ടകാലമുള്ള ഒരു ജീവിതം ഏതായിരുന്നു? ആടുജീവിതമാണ് അല്ലേ? അപ്പോൾ ആടുജീവിതം എഴുതിയത് ബെന്യാമിനാണെന്ന് നമുക്കറിയാം. അതുപോലെ ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം എഴുതിയത് ബെന്യാമിനാണ്. ആടുജീവിതം എന്ന് പറയുന്ന സിനിമയുടെ സംവിധായകനായ ബ്ലെസ്സിയുടെ ഒരു പുസ്തകമാണ് കാഴ്ചയുടെ തന്മാത്രകൾ. കാഴ്ച എന്ന് പറയുന്ന സിനിമയും തന്മാത്ര എന്ന് പറയുന്ന സിനിമയുടെയും സംവിധായകൻ ബ്ലെസ്സിയാണ് അല്ലേ? അപ്പോൾ കാഴ്ചയുടെ തന്മാത്രകൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ബ്ലെസ്സിയാണ്. ഏതൊരു മനുഷ്യൻ്റെയും ജീവിതം, അതുപോലെ ആടുജീവിതം, ഇത് എഴുതിയിരിക്കുന്നത് ബെന്യാമിനാണ്. ദ വൈറ്റ് ടോർച്ചർ എഴുതിയിരിക്കുന്നത് നർഗീസ് മുഹമ്മദിയാണ്. ദ വൈറ്റ് ടോർച്ചർ എഴുതിയിരിക്കുന്നത് 2023 സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനമൊക്കെ നേടിയ നർഗീസ് മുഹമ്മദിയുടെ പുസ്തകമാണ് ദ വൈറ്റ് ടോർച്ചർ. ഒരു മയിൽപ്പീലിയും ഒരു രാഷ്ട്രവും, എഴുതിയിരിക്കുന്നത് വിഷ്ണു നാരായൺ നമ്പൂതിരിയാണ്. ഒരു മയിൽപ്പീലിയും ഒരു രാഷ്ട്രവും, മയിൽപ്പീലിയും കൃഷ്ണൻ വിഷ്ണു ഒക്കെ ആയിട്ട് കണക്ട് ചെയ്ത് ഓർത്തിരിക്കാം. ഒരു മയിൽപ്പീലിയും ഒരു രാഷ്ട്രവും, വിഷ്ണു നാരായൺ നമ്പൂതിരി. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ, സേതുവിൻ്റെയാണ്. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ, സേതു. അടുത്തത് അടിമമക്ക, CK ജാനുവിൻ്റെ പുസ്തകമാണ് അടിമമക്ക. ദ ഗോൾഡൻ ടച്ച്, TS കല്യാണരാമൻ. ഗോൾഡൻ ടച്ച് എന്നൊക്കെ പറയുമ്പോൾ കല്യാണത്തിന് കുറേ സ്വർണ്ണമൊക്കെ ഇടുന്ന ഓർമ്മ വരും അല്ലേ? അപ്പോൾ കല്യാണരാമനൊക്കെ ഓർത്താൽ ദ ഗോൾഡൻ ടച്ച്, TS കല്യാണരാമൻ. പശ്ചിമഘട്ടം ഒരു പ്രണയകഥ. പശ്ചിമഘട്ടം എന്ന് കേൾക്കുമ്പോൾ നമുക്ക് മാധവ് ഗാഡ്ഗിലിന് ഓർമ്മ വരും. അപ്പോൾ പശ്ചിമഘട്ടം ഒരു പ്രണയകഥ, മാധവ് ഗാഡ്ഗിൽ. എതിര്, M കുഞ്ഞാമൻ. ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ കുട്ടികൾ എന്തെങ്കിലുമൊക്കെ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെതിര് നിൽക്കരുതെന്നൊക്കെ പറയും അല്ലേ? അപ്പോൾ M കുഞ്ഞാമൻ്റെ പുസ്തകമാണ് എതിര്. എതിര് നിൽക്കരുത് കേട്ടോ. M കുഞ്ഞാമൻ, എതിര്. എവിടെ നീതി, A ഹേമചന്ദ്രൻ. അതിപ്പോൾ ഉള്ള ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഓർത്താൽ നമുക്ക് മനസ്സിലാകും എവിടെ നീതി അല്ലേ? എവിടെ നീതി എന്ന് പറയുമ്പോൾ ഹേമ ഓർക്കണം. A ഹേമചന്ദ്രൻ്റെ പുസ്തകമാണ് എവിടെ നീതി. അടുത്തത് രേഖകൾ, എഴുതിയിരിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരി പ്രശസ്ത ചിത്രകാരനും ശില്പിയൊക്കെയാണ്. ആർട്ടിസ്റ്റ് നമ്പൂതിരിയുടെ പുസ്തകം രേഖകൾ. ഈ രേഖ നമ്മൾ എന്തോ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, എന്താ? രേഖാ ശർമ്മയല്ലേ? ദേശീയ വനിതാ കമ്മീഷന്റെ അധ്യക്ഷയാണ് രേഖാ ശർമ്മ. രേഖകൾ എന്ന പുസ്തകം എഴുതിയിരിക്കുന്നത് ആർട്ടിസ്റ്റ് നമ്പൂതിരിയാണ്. കാലം സാക്ഷി. കാലം സാക്ഷി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ കഥയാണ്. എഴുതിയിരിക്കുന്നത് സണ്ണിക്കുട്ടി എബ്രഹാമാണ്. കാലം സാക്ഷി, ഉമ്മൻചാണ്ടിയുടെ ആത്മകഥ, എഴുതിയിരിക്കുന്നത് സണ്ണിക്കുട്ടി എബ്രഹാം. ജീവിതം ഒരു പാഠപുസ്തകം, എഴുതിയിരിക്കുന്നത് ഗോപിനാഥ് മുതുകാടാണ്. ജീവിതം ഒരു പാഠപുസ്തകം, ഗോപിനാഥ് മുതുകാട്. ഇദ്ദേഹമാണ് 2022 കേരള ശ്രീ പുരസ്കാരമൊക്കെ നേടിയത്. ഗോപിനാഥ് മുതുകാടാണ്. ജീവിതം ഒരു പാഠപുസ്തകം. മുതുകിൽ എപ്പോഴും ഭയങ്കര കനമായിട്ട് നമ്മുടെ കുറേ സ്കൂൾ ബാഗും പാഠപുസ്തകമൊക്കെ ഉണ്ടാവും അല്ലേ? അപ്പോൾ ജീവിതം ഒരു പാഠപുസ്തകം എന്ന് പറയുമ്പോൾ മുതുക് ഓർത്താൽ മതി, ഗോപിനാഥ് മുതുകാട്. അടുത്തത് ജീവിത രസങ്ങൾ. രസങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ എന്താ, കുറേ ഭാവങ്ങളൊക്കെ ഓർമ്മ വരും അല്ലേ? അതാരെ എഴുതിയിരിക്കുന്നത്? ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരാണ്. കഥകളി കലാകാരനായ ചേമഞ്ചേരി കുഞ്ഞിരാമൻ നായരുടെ പുസ്തകമാണ് ജീവിത രസങ്ങൾ. അടുത്തത് ഈശ്വര വഴക്കില്ലല്ലോ, സലിംകുമാറിൻ്റെ പുസ്തകമാണ് ഈശ്വര വഴക്കില്ലല്ലോ. ഇന്നസെന്റിന്റെ പുസ്തകമാണ് ചിരിക്കു പിന്നിൽ. ചിരിക്കു പിന്നിൽ. അതുപോലെ തന്നെ ക്യാൻസർ വാർഡിലെ ചിരി, ഇതൊക്കെ എഴുതിയിരിക്കുന്നത് ഇന്നസെന്റ് ആണ്. ചിരിക്കു പിന്നിൽ, ഭയങ്കര ഇന്നസെന്റ് സ്മൈലാന്ന് പറയും അല്ലേ? അപ്പോൾ ചിരിക്കു പിന്നിൽ ഒരു ഇന്നസെൻസ് ഉണ്ട്, അപ്പോൾ ഇന്നസെന്റ്. ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്, ഷെയ്ൻ വാട്സന്റെ ആണ്. ഓസ്ട്രേലിയൻ ക്രിക്കറ്റ് താരമായ ഷെയ്ൻ വാട്സന്റെ പുസ്തകമാണ് ദ വിന്നേഴ്സ് മൈൻഡ് സെറ്റ്. ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്, TN ശേഷൻ. എന്താ, പൊട്ടിയ ഗ്ലാസ്സിൽ കൂടെ നോക്കാൻ പോയാൽ പിന്നെ ഒന്നും ബാക്കി ശേഷം ഉണ്ടാവില്ല അല്ലേ? ഒന്നും ഉണ്ടാവില്ല. ത്രൂ ദ ബ്രോക്കൺ ഗ്ലാസ്, TN ശേഷനാണ്. ഇലക്ഷൻ കമ്മീഷണറായ ആദ്യത്തെ മലയാളി കൂടിയാണ് TN ശേഷൻ കേട്ടോ. 10ാമത്തെ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആണ് TN ശേഷൻ. അദ്ദേഹത്തിൻ്റെ പുസ്തകമാണ് ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്. പൊട്ടിയ ഗ്ലാസ്സിൽ കൂടെ നിങ്ങൾ നോക്കാൻ പോയാൽ പിന്നെ ശേഷം ഒന്നും ഉണ്ടാവില്ല. ത്രൂ ദി ബ്രോക്കൺ ഗ്ലാസ്. വൈകും മുൻപേ,
ഋഷിരാജ് സിംഗ് ആണ് കേട്ടോ. വൈകും മുൻപേ എന്ന പുസ്തകം ഋഷിരാജ് സിംഗ്. അതിജീവനം, അതിജീവനം വിശ്വാസ് മേത്ത. അതിജീവനം വിശ്വാസ് മേത്ത. നമുക്ക് നമ്മളോട് തന്നെ ഒരു വിശ്വാസം ഉണ്ടെങ്കിലേ നമുക്ക് അതിജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിജീവനം വിശ്വാസ് മേത്ത. ഘാതകൻ എന്ന കൃതി, ഘാതകന്റെ ഖാ ശ്രദ്ധിച്ചോ, ഘാതകൻ, ഘാതകൻ എന്ന കൃതി എഴുതിയിരിക്കുന്നത് KR മീര ആണ്, അത് നമുക്കറിയാം. പക്ഷെ അത് ഇംഗ്ലീഷിലേക്ക് പരിഭാഷപ്പെടുത്തി അസാസിൻ എന്ന പേരിൽ ഒരു കൃതി എഴുതിയിരിക്കുന്നത് J. ദേവികയാണ് കേട്ടോ. അസാസിൻ എന്ന പുസ്തകം J. ദേവിക. അസാസിൻ J. ദേവിക. ദേവിനെ ഓർത്താൽ മതി. ദുർഗാദേവി എന്താ ഇങ്ങനെ കൊല്ലാൻ വേണ്ടി ഇങ്ങനെ നമ്മുടെ ശൂലമൊക്കെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഓർത്താൽ മതി. അസാസിൻ ആണ് കേട്ടോ. അപ്പോൾ ഘാതകൻ KR മീരയുടെയാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷയായ അസാസിൻ J. ദേവികയുടെയാണ്. ദേവഭൂമിയിലൂടെ MK രാമചന്ദ്രൻ. ദേവഭൂമിയിലൂടെ MK രാമചന്ദ്രൻ. ഈ രാമൻ്റെ ഒരു 4 അമ്പലമൊക്കെ ഉണ്ടല്ലേ, രാമൻ പോയ വഴികളിൽ കൂടെയൊക്കെ ഇങ്ങനെ പോകുന്നത്, 4 അമ്പലങ്ങളിലൂടെയൊക്കെ പോകുന്നത്. അപ്പോൾ ദേവഭൂമിയിലൂടെ, അപ്പോൾ രാമനെ ഓർത്തിക്കണം, MK രാമചന്ദ്രൻ. സ്മോക്ക് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻ ഹിസ്റ്ററീസ്, അമിതാഭ് ഘോഷ്. ഇതെങ്ങനെ ഓർക്കും? സ്മോക്ക് ആൻഡ് ആഷസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് സ്മോക്കിംഗ് ഒക്കെ തോന്നും അല്ലേ. സ്മോക്കിംഗ് ഈസ് ഇഞ്ചുറിയസ് ടു ഹെൽത്ത്. അപ്പോൾ അമിതമായാൽ എല്ലാം വിഷമാണ്. അപ്പോൾ അമിതം എന്ന് ഓർത്താൽ മതി. അമിതാഭ് ഘോഷിൻ്റെ പുസ്തകമാണ് സ്മോക്ക് ആൻഡ് ആഷസ്, എ റൈറ്റേഴ്സ് ജേർണി ത്രൂ ഒപ്പിയം ഹിഡൻ സ്റ്റോറീസ്. റിപ്പബ്ലിക്കിൻ്റെ ഭാവി. എന്താ, കുറേ പേര് രാജിവെച്ച് അങ്ങ് ഇറങ്ങിപ്പോയാലേ ഇവിടെ ഒരു ഭാവിയൊക്കെ ഉണ്ടാവുള്ളൂ അല്ലേ. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് പറഞ്ഞിരുന്നു. എന്തായിരുന്നു ഈ രാജി? എന്താ പറഞ്ഞത് നമ്മൾ? രാജീവ്, ഇലക്ഷൻ കമ്മീഷണർ അല്ലേ, തിരഞ്ഞെടുപ്പ് രാജി. അപ്പോൾ ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ആരാണ്? രാജീവ് കുമാർ ആണ്. പറഞ്ഞ ഓർക്കുന്നുണ്ടോ? അപ്പോൾ ഈ രാജേഷിനെ കൂടെ ഓർത്തു വെച്ചോ. റിപ്പബ്ലിക്കിൻ്റെ ഭാവി MB രാജേഷ് ആണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ആൻ ഇൻട്രഡക്ഷൻ ടു കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ്, P. രാജീവ്. മാറിപ്പോരുത് കേട്ടോ. MB രാജേഷിൻ്റെയാണ് റിപ്പബ്ലിക്കിൻ്റെ ഭാവി. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത്, ആൻ ഇൻട്രഡക്ഷൻ ടു ദ കോൺസ്റ്റിറ്റ്യൂഷണൽ ഡിബേറ്റ്സ്, അതാരുടെയാണ്? P. രാജീവിൻ്റെയാണ്. ലില്ലിയപ്പ, ലില്ലിയപ്പ എന്നാണ്. അതാരുടെ പുസ്തകമാണ്? സാറാ ജോസഫിൻ്റെ പുസ്തകമാണ്. ഓപ്ഷനിൽ ഉറപ്പായിട്ടും സാറാ ജോസഫ് ഉണ്ടാവും, സാറാ തോമസും ഉണ്ടാകും. ലില്ലിയപ്പ സാറാ ജോസഫിൻ്റെതാണ്. ജോസ് എന്ന് പറയുമ്പോൾ നമുക്ക് റോസ് ഓർമ്മ വരും അല്ലേ, റോസ്. അപ്പം ലില്ലി റോസ്, 2 പൂക്കൾ, അങ്ങനെ ഓർത്ത് വെക്കാം. സാറാ ജോസഫ്, ജോസഫ് ഒരു റോസ് എന്ന് ഓർക്കുക. ലില്ലിയപ്പ ലില്ലി. ഹിസ്റ്ററി ലിബറേറ്റഡ്, ദ ശ്രീ ചിത്ര സാഗ ആരുടേതാണ്? അശ്വതി തിരുനാൾ ലക്ഷ്മിബായ് തമ്പുരാട്ടിയുടേതാണ്. ചോദിക്കാൻ സാധ്യതയുണ്ട്, തിരുവിതാംകൂറൊക്കെ ആയതുകൊണ്ട്. ഹിസ്റ്ററി ലിബറേറ്റഡ്, ഹിസ്റ്ററി ലിബറേറ്റഡ് ദ ശ്രീ ചിത്ര സാഗ. ശ്രീ, അപ്പോൾ ശ്രീലക്ഷ്മി എന്ന് ഓർത്ത് വെക്കാം അല്ലേ, ആ പേര് ഓർത്ത് വെച്ചാൽ മതി. ശ്രീ ചിത്ര സാഗ എഴുതിയതാരാ? അശ്വതി തിരുനാൾ ലക്ഷ്മിബായ് തമ്പുരാട്ടിയാണ്. ഓപ്ഷൻ്റെ പാർവതി തിരുനാൾ, എന്താ പാർവതിബായ് തമ്പുരാട്ടി എന്നൊക്കെ പറഞ്ഞു വരും അല്ലേ. അശ്വതി തിരുനാൾ ലക്ഷ്മിബായ് തമ്പുരാട്ടി. അടുത്തത് വൈ ഭാരത് മാറ്റേഴ്സ്, S. ജയശങ്കറിൻ്റെതാണ്. വൈ ഭാരത് മാറ്റേഴ്സ് S. ജയശങ്കറിൻ്റെതാണ്. വിദേശകാര്യമന്ത്രിയായ S. ജയശങ്കറിൻ്റെ 2 പുസ്തകങ്ങൾ തന്നിട്ടുണ്ട്. വൈ ഭാരത് മാറ്റേഴ്സ്, ദ ഇന്ത്യ വേ, വൈയും വേയും. വൈ ഭാരത് മാറ്റേഴ്സ്, ദ ഇന്ത്യ വേ, 2 പുസ്തകങ്ങളാണ് എഴുതിയിരിക്കുന്നത്. വിദേശകാര്യമന്ത്രിയായ S. ജയശങ്കറാണ്. അപ്പോൾ ഇത്രയും പുസ്തകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പുസ്തകങ്ങളാണ്. ഇത് ആരാണ് എഴുതിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഓർക്കാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു തവണ നമ്മുടെ ക്ലാസ് കേൾക്കുക, ഉറപ്പായിട്ടും എല്ലാ ഉത്തരവും ഓർമ്മ വരും. അപ്പോൾ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. താങ്ക്